സ്കൂൾ നന്നായിട്ട് നടത്തണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ. ഹായ് ഡാഡ്. I was waiting for your call, my son. ജയിച്ചത് ഡാഡി തന്നെ. ഇപ്പൊ എന്നെയും ജയിപ്പിച്ചു. എന്റെ ജീവിതം തന്നെ വിജയിച്ചു. Yeah, my boy. ഇവാൻ ആദിത്യ. ഇന്ന് നിന്റെ ശബ്ദത്തിന് ഒരുപാട് മാറ്റമുണ്ട് മോനെ. അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനിക്കാമല്ലോ അല്ലേ? ഇതിനു മുമ്പ് ഇതുപോലൊരു ഇമോഷൻ നിന്റെ ശബ്ദത്തില് ഞാൻ കേട്ടിട്ടില്ല. നിനക്കറിയില്ലാതിരുന്ന ഈ ഇമോഷൻ നിന്നെ അറിയിക്കാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. അമ്മയുടെ അടുത്ത് ഇപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു കുറവില്ലെന്ന് അറിയിക്കാതെ അച്ഛൻ എങ്ങനെ ഇതുവരെ എന്നെ വളർത്തി? ഇപ്പൊ നീ എന്നെ അച്ഛാന്നല്ലേ വിളിച്ചത് മോനെ? ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ മോനെ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഇതിനു വേണ്ടി 27 വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. ജയിച്ചു മോനെ. ഇന്ന് ഞാൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ജയിച്ചിരിക്കുന്നടാ. ഞാൻ എന്റെ മകനെ എന്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ അത് പഠിപ്പിച്ചിരിക്കുന്നു. എടാ, നീ കുഞ്ഞിനാള് മുതല് ദുഃഖം, കണ്ണുനീര്, വേദന, പ്രയാസം ഇതൊന്നും അറിയാതെ വളർന്നത്. നിന്നെ ഒരു കളിപ്പാട്ടം പോലെ ചില്ലുകൂട്ടിലിട്ടാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ചില്ലുകൂട്ടിലെ കളിപ്പാവ ഭദ്രമായിരിക്കുന്നിടത്തോളം കാലം കാണാൻ നല്ലതായിരിക്കും. എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാ 100 സുനാമികൾ ഒന്നിച്ചു വന്ന് ആക്രമിച്ചാലും തകരാത്ത ഒരു ശില്പമായി നീ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. മനുഷ്യരെത്ര ഉയരെ പറന്നാലും അവസാനം താഴേക്ക് വരാതെ അവർക്ക് സമ്മാനം കിട്ടില്ല. മണ്ണിൽ കാല് കുത്തിയേ മതിയാവൂ. ആ മണ്ണ് നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. മണ്ണെന്ന് പറയുന്നതാണ് അടിത്തറ. മനുഷ്യരെപ്പോഴും അടിത്തറ മറക്കാറുണ്ട്. കുറേശ്ശെയായി വളർന്നു വന്ന അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. പക്ഷെ എന്റെ മകൻ അങ്ങനെ ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവന്റെ രക്തത്തിൽ ആ ഒറിജിനുണ്ട്, ആ എമോഷനുണ്ട്. അത് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. വിവൻ ആദിത്യ എന്ന് പറഞ്ഞാൽ ഒരു കോടീശ്വരന്റെ മകനാണ്. മാത്രമല്ല അവനൊരു കോടീശ്വരനുമാണ്. അതാണോ സത്യം? അങ്ങനെ ആവരുത്. എന്റെ മകൻ അങ്ങനെ ആവരുത്. നിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ നിനക്ക് കാണിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആയി മോനെ. നിന്റെ പേരിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? വിവൻ ആദിത്യ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ലൈഫ്, പൂർണ്ണതയിലെത്തിയ ജീവിതം. ആദിത്യ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്. പരിപൂർണമായ ജീവിതം എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശമുള്ളതായിരിക്കും. ഇനി നിനക്ക് ജീവിക്കാൻ തുടങ്ങാം. നിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ പോലെ നിനക്ക് ജീവിക്കാം. വിവൻ ആദിത്യയെ പോലെ. അച്ഛാ, യു ആർ എ ഗ്രേറ്റ് ലിവിംഗ് ലെജൻഡ്. ഏതൊരു മകനെയും സ്വന്തം അച്ഛൻ വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അച്ഛൻ അതെല്ലാം താണ്ടി മുന്നോട്ട് പോയി. എന്റെ ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു മായയിലാണ് ജീവിച്ചത്. അതൊന്നും അറിയാതെ, എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തൊരവസ്ഥ. എന്നോട് ഇത് മാത്രമല്ല നിന്റെ ലൈഫ്, ഇനിയും ജീവിക്കേണ്ട ലൈഫ്. നിന്റെ വേരുകളെ പറ്റി മനസ്സിലാക്കണം. നിനക്ക് ലഭിച്ച ഫലങ്ങളെ അനുഭവിക്കണം. മാത്രമല്ല, ജീവിതത്തിൽ ഇനിയും ഒരുപാടുണ്ടെന്ന് പറഞ്ഞു തന്നു. എനിക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നു. ഇതെല്ലാം അച്ഛൻ കാരണ. എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റും, ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ ജീവിക്കും അച്ഛാ. ഈ നിമിഷം മുതൽ അച്ഛൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയായി, മനുഷ്യത്വമുള്ള മനുഷ്യനായി, യുവൻ ആദിത്യയായിട്ട് ജീവിക്കും ഞാൻ. ലൈഫ് ഈസ് ലോഡിംഗ് ഡാഡി.